120 രാഷ്ട്രങ്ങളിൽ ഉപകേന്ദ്രങ്ങളുള്ള ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിന്റെ മേധാവിയാണ് ആനന്ദപുരം സ്വദേശിയായ അഷ്ടവൈദ്യൻ തൈക്കാട്ട് ഇ.ടി. ദിവാകരൻ മൂസ. യൂറോപ്യൻ കൗൺസിൽ ഓഫ് ഹിന്ദു ഈ വർഷത്തെ ധനന്തുരി രാജ്ദൂത് പുരസ്കാരങ്ങൾ നൽകിയാണ് അദ്ദേഹത്തെ ആദരിച്ചത്. മഹർഷി മഹേഷ് യോഗിയുടെ ക്ഷണം സ്വീകരിച്ച് ഹോളണ്ടിലെ അദ്ദേഹത്തിന്റെ ആസ്ഥാന കേന്ദ്രത്തിൽ 1994 മൂസിന്റെ വിദേശ സേവനത്തിന് തുടക്കം. വിവിധ വേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മഹർഷിയുടെ പ്രവർത്തനങ്ങളും വീക്ഷണങ്ങളും മൂസിനെ സ്വാധീനിച്ചു. പഞ്ചകർമ്മ രീതി മാത്രമായിരുന്നു അതുവരെ ആയുർവേദത്തിൽ അവിടെ ചെയ്തു പോന്നിരുന്നത്. അമേരിക്കയിൽ മഹർഷി സ്ഥാപിച്ച ആയുർവേദ യൂണിവേഴ്സിറ്റിയുടെ ചീഫ് അഡ്വൈസറായും പിന്നീടുള്ള വർഷങ്ങളിൽ ലോകമെമ്പാടും വ്യാപിപ്പിച്ച ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങളുടെ മേധാവിയായും അദ്ദേഹം തുടർന്നു. തലമുറകൾ പിന്നിട്ട് പകർന്നു കിട്ടിയ പാരമ്പര്യ പുണ്യം കൈവിടാതെ തന്നെ ആദ്യ ഗുരുവായ അച്ഛനിൽ നിന്നും പിന്നീട് അമ്മാവന്മാരിൽ നിന്നുമായിരുന്നു ശിക്ഷണം. 20 വയസ്സ് മുതൽ ആരംഭിച്ച് ഇപ്പോൾ 70-ാം വയസ്സുവരെ എത്തിയ വൈദ്യവൃത്തിക്കിടയിൽ രാജ്യത്തും വിദേശത്തും നിരവധി ആളുകൾക്ക് ശാശ്വതമായ രോഗമുക്തി നൽകാൻ ഇദ്ദേഹത്തിന് ആയിട്ടുണ്ട്. രാഷ്ട്രപതിയായിരുന്ന കെ.ആർ. നാരായണൻ ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖർ മൂസിന്റെ ചികിത്സയിൽ തൃപ്തി പ്രകടിപ്പിച്ചവരിൽപ്പെടുന്നു. ഭാരതീയ ആയുർവേദ പാരമ്പര്യ വൈദ്യ ഫെഡറേഷന്റെ വൈദ്യശ്രേഷ്ഠ പുരസ്കാരം, സംഹിത ആയുർവേദ പുരസ്കാരം, വൈസ്മാൻ ഇന്റർനാഷണലിന്റെ പോൾ വില്യം അലക്സാണ്ടർ ഫെലോഷിപ്പ് തുടങ്ങിയ ബഹുമതികളും മൂസിനെ തേടി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആനന്ദപുരത്തെ വീട്ടിൽ പുരസ്കാര നേട്ടം കുടുംബത്തോടൊപ്പം പങ്കിടാനെത്തിയതാണ് അദ്ദേഹം. സമീപത്ത് ആരംഭിച്ചിട്ടുള്ള ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിന്റെയും ഔഷധശാലയുടെയും പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലുകൾക്കിടെ പുതുകാലത്തെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ഇന്ന് കഥകളിയുടെയും കൂടിയാട്ടത്തിന്റെയും പട്ടികയിലാണ് ആയുർവേദമെന്ന് ദിവാകരൻ മൂസ് പറയുന്നു. വിദേശികൾക്ക് പ്രിയമാകുമ്പോഴാണ് നമ്മുടെ പാരമ്പര്യം പോലും അംഗീകരിക്കപ്പെടുന്നതും പ്രചാരം നേടുന്നതും. പാരമ്പര്യ ചികിത്സാ വിധികളിലൂടെയുള്ള ശുദ്ധമായ ആയുർവേദത്തെ പ്രയോജനപ്പെടുത്താൻ ഭൂരിഭാഗം പേർക്കും അവസരം ലഭിക്കുന്നില്ലെന്നതാണ് വാസ്തവം. ആയുർവേദത്തെ ലോകമെങ്ങും പ്രചരിപ്പിക്കാൻ മഹർഷി നടത്തിയ പ്രവർത്തനങ്ങൾ പ്രധാന കാരണമായിട്ടുണ്ടെന്നാണ് മൂസിന്റെ വിശ്വാസം. ആയുർവേദം എന്നത് ചികിത്സാശാസ്ത്രം എന്നതിലുപരി ആരോഗ്യ സംരക്ഷണ ശാസ്ത്രമാണ്. ഒരു രോഗാവസ്ഥയ്ക്ക് ഇതാണ് മരുന്നെന്ന് ആയുർവേദത്തിൽ നിശ്ചയിക്കാൻ കഴിയില്ലെന്നാണ് മൂസിന്റെ അഭിപ്രായം. സംസ്കൃത മൂലഗ്രന്ഥങ്ങളിലെ ചികിത്സാവിധികൾ പഠിച്ചെടുക്കാൻ പുതിയ തലമുറയ്ക്ക് അവസരമൊരുക്കുന്നില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. ഋതുഭേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആയുർവേദത്തിലെ ആരോഗ്യശീലങ്ങൾ സ്കൂളിൽ പഠന വിഷയമാക്കണമെന്നും മൂസ് പറയുന്നു. ഏറെ ഫലപ്രദമായ പാരമ്പര്യ ചികിത്സാശാസ്ത്രത്തെ മറ്റു രാജ്യങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ നമ്മുടെ ഗവൺമെന്റും സംഘടനകളും വേണ്ടത്ര പരിശ്രമിക്കുന്നില്ല എന്ന പരാതിയും മൂസിനുണ്ട്. ഹോളണ്ടിൽ മഹർഷി മഹേഷ് യോഗിയുടെ ദേഹവിയോഗത്തിന് ശേഷം മഹത്തായ വേദവൈദ്യ സങ്കല്പത്തിന്റെ പ്രചാരത്തിൽ പ്രധാന പങ്കാളിയായി ഇന്നും തുടരുകയാണ് ഈ അഷ്ടവൈദ്യൻ. TCV ന്യൂസ്, കൊടകര.